നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള കേന്ദ്രസേനാ വിന്യാസമാണ് ഇത്തവണ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നടത്തിയിരുന്നത്. സുപ്രീം കോടതി അടക്കം കേന്ദ്രസേനയുടെ വിന്യാസത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞിരുന്നു. ബംഗാളിൽ നടന്ന SIR വിരുദ്ധ സമരം അക്രമാസക്തമാവുകയും 7 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കുകയും ചെയ്ത സംഭവത്തിൽ സുപ്രീം കോടതി ഇടപെട്ടിരുന്നു. സുപ്രീം കോടതി ബംഗാൾ പോലീസിനെ നിശിതമായി വിമർശിക്കുകയും കേന്ദ്രസേനയുടെ സഹായത്തോടുകൂടി പിന്നീട് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെ മോചിപ്പിക്കുകയുമായിരുന്നു. വനിതകൾ ഉൾപ്പെടുന്ന 7ഓളം വരുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ 9 മണിക്കൂറാണ് അക്രമാസക്തമായ ജനക്കൂട്ടം SIR വിരുദ്ധ സമരം എന്ന പേരിൽ ബംഗാളിൽ തടഞ്ഞുവെച്ചത്. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സംഘടനകളാണ് ഈ സമരം നടത്തിയത്. അതുകൊണ്ട് തന്നെ പോലീസ് നോക്കുകുത്തിയായിരുന്നു. ഇതിനെതിരായിട്ടാണ് സുപ്രീം കോടതി അതിരൂക്ഷ വിമർശനം നടത്തിയത്. തുടർന്ന് പശ്ചിമ ബംഗാളിൻ്റെ തിരഞ്ഞെടുപ്പ് അത് കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലാകണം, കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിലാകണം എന്ന് സുപ്രീം കോടതി പോലും പറയുകയായിരുന്നു. തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതും. ഏതാണ്ട് 2.5 ലക്ഷത്തോളം വരുന്ന കേന്ദ്രസേനാംഗങ്ങളുടെ കാവലിലാണ് ഇത്തവണ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. ബംഗാളിൽ റെക്കോർഡ് പോളിംഗ് ആണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ നടന്നത്. ഈ കഴിഞ്ഞ 23-ാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിൽ 92% പോളിംഗ് രേഖപ്പെടുത്തി. ബംഗാളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ്. 84.46% ബംഗാളിലെ അതുവരെയുള്ള റെക്കോർഡ്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ്, 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ് അത് പൊളിക്കുകയായിരുന്നു. 92% പോളിംഗ് 1-ാം ഘട്ടത്തിൽ ബംഗാളിൽ നടന്നു. ഈ ഉയർന്ന പോളിംഗിന് പ്രധാനമായും 3 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. അതിലൊന്ന് SIR ആണ്. 12% കുറവാണ് ബംഗാൾ വോട്ടർ പട്ടികയിൽ SIR മൂലമുണ്ടായത്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും അതുപോലെ തന്നെ ഇരട്ട വോട്ടുകളുമെല്ലാം വോട്ടർ പട്ടികയിൽ നിന്നും ഇല്ലാതായി. ഇത് പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ കാരണമായി പറയുന്നുണ്ട്. മാത്രമല്ല കേന്ദ്രസേനയുടെ സാന്നിധ്യം അത് 2ാമത്തെ കാരണമാണ്. ഭയരഹിതമായി ഭീതിയില്ലാതെ വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് സാധിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. 3ാമത്തെ കാരണം എന്നത് ഇരു പാർട്ടികളും തമ്മിലുള്ള കനത്ത മത്സരമാണ്. TMCയും അതുപോലെ തന്നെ BJPയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നുണ്ട്. ശക്തമായ പ്രചരണമാണ് ഇരു പാർട്ടികളും നടത്തിയത്. ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വന്നു ആവേശത്തോടു കൂടി തന്നെ വോട്ട് ചെയ്യുകയും ചെയ്തു. ഈ 3 കാരണങ്ങളാണ് പ്രധാനമായും ബംഗാളിൽ വോട്ടിംഗ് ശതമാനം ഉയരാൻ എടുത്തു പറയപ്പെടുന്നത്. അതിൽ കേന്ദ്രസേനയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പോളിംഗ് ദിനത്തിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ, വ്യാപകമായ അക്രമ സംഭവങ്ങൾ പൊതുവെ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. ഇത് കേന്ദ്രസേനയുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. 2.5 ലക്ഷത്തോളം കേന്ദ്രസേനാ അംഗങ്ങൾ സംസ്ഥാനത്ത് വിന്യസിക്കപ്പെട്ടു. വിവിധ കേന്ദ്രസേനകളുടെ മേധാവികൾ സംസ്ഥാനത്ത് തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. എന്തിനേറെ പറയുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ബംഗാളിൽ ഉണ്ടായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്. കേന്ദ്രസേനകൾ ഉടൻ മടങ്ങുകയില്ല എന്ന സൂചനയും ഇതിനോടകം തന്നെ വരുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ നിയമമനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കേന്ദ്രസേനകളെ വിന്യസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ കേന്ദ്രസേനകൾക്ക് സംസ്ഥാനത്ത് തുടരാൻ കഴിയും. പ്രധാനമായും 3 കാരണങ്ങൾ അതിന് വേണം. ഒന്നാമത്തേത്, സംസ്ഥാനത്തെ ക്രമസമാധാന അന്തരീക്ഷം തകരാറിലായാൽ കേന്ദ്രസേനയ്ക്ക് തുടരാൻ കഴിയും. രണ്ടാമത്, സംസ്ഥാന സർക്കാർ കേന്ദ്രസേന തുടരണമെന്നാവശ്യപ്പെട്ടാൽ കേന്ദ്രസേനയ്ക്ക് തുടരാം. മൂന്നാമതായി, കേന്ദ്ര സർക്കാരിന് ഈ മേഖലകൾ ഇപ്പോഴും പ്രശ്നബാധിതമാണ് എന്ന് തോന്നിയാൽ കേന്ദ്രസേനയെ നിലനിർത്താനും ഘട്ടം ഘട്ടമായി മാത്രം പിൻവലിക്കാനും സാധിക്കും. ഈ സാഹചര്യത്തിൽ കേന്ദ്രസേന തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും ബംഗാളിൽ തുടരും എന്ന സൂചന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നൽകുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയായിരിക്കണം? 2 കാരണങ്ങൾ അതിനും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്തേത്, വലിയ രീതിയിലുള്ള അക്രമം തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ബംഗാളിൽ പൊതുവെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത് ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. CPM പരാജയപ്പെട്ടപ്പോൾ വലിയ രീതിയിൽ CPM പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസ്സുകാരായിരുന്നു ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. തുടർന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം ആക്രമിക്കപ്പെട്ടത് BJP പ്രവർത്തകരായിരുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസ്സുകാർ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളാണ്.
അത്തരം അക്രമ സംഭവങ്ങളും കലാപങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാതിരിക്കാൻ കേന്ദ്രസേന സംസ്ഥാനത്ത് തുടരും എന്നാണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് എന്നറിയില്ല. എന്തായാലും കേന്ദ്രസേന തുടരും എന്ന് സൂചന നൽകിയിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ കാരണം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതിന് ശേഷം സംസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള കലാപമാണ്. രണ്ടാമത്തെ കാരണം എന്നത് ദേശസുരക്ഷാപരമായ കാരണങ്ങളാണ്. അതായത് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് മമതാ ബാനർജിയുടെ രാഷ്ട്രീയം അത് രാജ്യസുരക്ഷയെ പോലും അപകടത്തിലാക്കിയിട്ടുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി അനവധി അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും വരുന്നത് പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൂടെയാണ്. ഈ നുഴഞ്ഞുകയറ്റം തടയണമെന്നും ഇങ്ങനെ നുഴഞ്ഞു കയറ്റുന്നവരെ കണ്ടെത്തി പുറത്താക്കണമെന്നും ഇങ്ങനെ നുഴഞ്ഞു കയറുന്നവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കരുത് എന്നും കേന്ദ്ര സർക്കാർ നിരവധി തവണ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യത്തിലൊന്നും ഒരു നടപടിയും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്തില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാരിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തു. വളരെ തന്ത്രപ്രധാനമായ സുരക്ഷാ വെല്ലുവിളികൾ എപ്പോഴുമുള്ള സിലിഗുരി മേഖലയടക്കം ഈ സംസ്ഥാനത്താണ്. സിലിഗുരി ഇടനാഴി പിടിച്ചു കഴിഞ്ഞാൽ, ശത്രു സൈന്യത്തിൻ്റെ നോട്ടം പതിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 7ഓളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്നും അറുത്തുമാറ്റപ്പെടും. ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വലിയ ഭീഷണിയാണ് ആ പ്രദേശത്തുള്ള സുരക്ഷാ വെല്ലുവിളി. ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിലെ ഭരണാധികാരികൾ പോലും സിലിഗുരിയിലെ ചിക്കൻ നെക്ക് പിടിച്ചെടുക്കും എന്ന സ്വരത്തിലുള്ള ഭീഷണികൾ മുഴക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ ആ മേഖലയിലെ സുരക്ഷ അതീവ പ്രധാനമാണ്. ആ മേഖല കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിൽ ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സിലിഗുരി അടക്കമുള്ള മേഖലകളെ രണ്ടായി വിഭജിച്ച്, അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്തെ രണ്ടായി വിഭജിച്ച് സിലിഗുരി അടക്കമുള്ള തന്ത്രപ്രധാനമായ മേഖലകൾ കേന്ദ്രഭരണ പ്രദേശമാകുന്ന രീതിയിൽ ഒരു ബംഗാൾ വിഭജനം കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ട് എന്ന സൂചനകളും ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഇനി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടപ്പായേക്കും എന്ന സൂചന വരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്ന കേന്ദ്രസേന അത് അതേപോലെ തുടരുക, കേന്ദ്ര സർക്കാർ ബംഗാളിനെ വിഭജിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുക. അങ്ങനെയാണ് എങ്കിൽ തന്ത്രപ്രധാനമായ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന ഈ സിലിഗുരിയിലെ ചിക്കൻ നെക്ക് അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറും. ബംഗാൾ വിഭജനം നടന്നാൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. CAA കാലത്തുണ്ടായതുപോലെ, SIRൻ്റെ സമയത്തുണ്ടായതുപോലെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഒരുപക്ഷെ മമതാ ബാനർജി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകിയേക്കാം. അതിന് CPIMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സഹായം ലഭിച്ചുവെന്നും വരും. ഇതിനെ ഒരു വലിയ കലാപമാക്കി മാറ്റാനും ഈ പ്രക്ഷോഭം അക്രമാസക്തമാക്കാനും ഒക്കെ പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കും. ഇതിനെ അടിച്ചമർത്താനും ഇതിനെ കൃത്യമായി നേരിടാനും രാജ്യസുരക്ഷ ക്ക് വേണ്ടി കടുത്ത നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര സർക്കാർ ഈ സേനയെ സംസ്ഥാനത്ത് നിലനിർത്തിയേക്കും എന്നാണ് ഒരു സൂചന. എന്തായാലും വലിയ രീതിയിലുള്ള കേന്ദ്ര സേനാ വിന്യാസം അത് ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ കേന്ദ്ര സേനാംഗങ്ങൾ ഉപയോഗിക്കുന്ന സന്നാഹങ്ങൾ പരിശോധിച്ചാലും ആ അപൂർവത നമുക്ക് ദൃശ്യമാകും. അതായത് ജമ്മു കാശ്മീരിലും മറ്റും ഉപയോഗിച്ച അതേ സന്നാഹങ്ങളും വാഹനങ്ങളുമാണ് ഇപ്പോൾ കേന്ദ്രസേന ഉപയോഗിക്കുന്നത്. അതായത് പശ്ചിമ ബംഗാളിൽ ഒരു വലിയ ഓപ്പറേഷന് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ കേന്ദ്രം ആ അജണ്ടയുമായി മുന്നോട്ട് പോകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തെ മാവോയിസ്റ്റ് വിരുദ്ധ രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ച ശേഷം അടുത്ത ലക്ഷ്യം ഇതാണ് എന്ന രീതിയിലുള്ള സൂചനകൾ നേരത്തെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗാൾ വിഭജനവും പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് രാജ്യത്തിനുണ്ടാകുന്ന സുരക്ഷാ ഭീഷണി ഒഴിവാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ചില ഓപ്പറേഷനുകൾ, ചില പദ്ധതികൾ ബംഗാളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കാനും സാധ്യതയുണ്ട്.